സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ആരംഭിച്ചിരിക്കുകയാണ്. ISLൻ്റെയും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ നമ്മൾ നോക്കാൻ പോകുന്നത്. വിശ്വസനീയമായ ട്രാൻസ്ഫർ അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്നത് പരിശോധിക്കുന്നത്. അതിലാദ്യം തന്നെ നമ്മൾ പറയുന്നത് നടന്നു കഴിഞ്ഞ ട്രാൻസ്ഫറാണ്. അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിര താരമായിട്ടുള്ള പ്രവീർ ദാസ് ടീം വിട്ടിട്ടുണ്ട്. ലോൺ അടിസ്ഥാനത്തിൽ മുംബൈ സിറ്റിയിലേക്കാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചത്. ടീമിൽ അവസരങ്ങൾ ലഭിക്കാൻ വേണ്ടി പ്രീതം കോട്ടാലിനെ മുംബൈ സിറ്റിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ്. ലോൺ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ പറഞ്ഞയച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ചെറിയ ശത്രുതയൊക്കെ ഉണ്ടായിരുന്നൊരു ടീമാണ്. എല്ലാവർക്കും അറിയാം, 2023 അദ്ദേഹം വന്ന ആദ്യ സീസണിൽ തന്നെ മുംബൈ സിറ്റിയുമായൊരു കൊലീഷനൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ മുംബൈ സിറ്റിയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഒരു മൗനം സമ്മതം എന്നൊക്കെ പറഞ്ഞതുപോലെ. ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് നോക്കുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ നീണ്ടകാല ഒരു മലയാളി താരമായിരുന്നു സഹൽ രാഹുൽ. കൂട്ടുകെട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. സഹലൊക്കെ ടീം വിട്ടിപ്പോൾ കുറച്ചായി. മലയാളി സാന്നിധ്യമായിട്ടുള്ള രാഹുൽ KP 2010 അണ്ടർ 17 ലോകകപ്പിലൊക്കെ കളിച്ചിട്ടുള്ള താരമാണ് രാഹുൽ KP. അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ 3 ക്ലബ്ബുകൾ രംഗത്തുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ആരംഭിച്ചതുകൂടി തന്നെ അദ്ദേഹത്തിന് ടീം വിടാനുള്ള സാധ്യതകൾ കൂടുകയാണ് എന്നാണ് ഇപ്പോൾ 19 സ്റ്റോപ്പേജും മലയാള മനോരമയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ മാധ്യമ സ്പോൺസേഴ്സാണ് മലയാള മനോരമ. അവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒഡീഷ, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയ ISL ക്ലബ്ബുകളാണ് അതിനു വേണ്ടി രംഗത്തുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ റൂമറുകൾ ശക്തമായി പ്രചരിച്ചിരുന്നു. ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ട്രാൻസ്ഫർ ജലങ്ങളൊക്കെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട്. അതുപോലെ തന്നെ കോയഫും പ്രീതം കോട്ടാലും ടീം വിടാൻ ഒരുങ്ങുകയാണ് എന്നൊരു റൂമർ കൂടി ലഭിക്കുന്നുണ്ട് ഈ സമയത്ത്. അത് എത്രത്തോളം വിശ്വസനീയമാണെന്നറിയില്ല. ഏതായാലും രാഹുൽ KPക്ക് വേണ്ടി ഒഡീഷ FC ശക്തമായ രംഗത്തുണ്ട്. അതുപോലെ തന്നെ ഹൈദരാബാദും ചെന്നൈയും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു നിർണായകമായ ഒരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് മിക്കായൽ സ്റ്റാറിക്ക് പകരം ഇപ്പോൾ നമ്മുടെ പരിശീലകനായിട്ടുള്ളത് തോമസ് ചാൾസാണ്. അതുപോലെ തന്നെ പുരുഷോത്തമൻ സാറുമാണ്. അപ്പം ഇവർക്ക് പകരമായി പുതിയൊരു വിദേശ പരിശീലകനെ ഈ സീസണിൽ സൈൻ ചെയ്യേണ്ട എന്നാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സീസണിൽ ഈ കോച്ചുമാർ തന്നെ തുടരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച്. അതുപോലെ തന്നെ ഇതിനിടയിലൂടെ ബ്ലാസ്റ്റേഴ്സ് മഞ്ഞപ്പട ആരാധകരുടെ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റേഡിയത്തിനകത്തും പുറത്തും നല്ല രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ മഞ്ഞപ്പട നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രതിഷേധവുമായി ബ്ലാസ്റ്റേഴ്സ് മഞ്ഞപ്പട ആരാധകർ എത്തിയിട്ടുണ്ട്. ഏതായാലും മാനേജ്മെൻറ്റിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് മഞ്ഞപ്പട. ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന താരങ്ങളുടെ ലിസ്റ്റ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ റൂമറിൽ ലഭിക്കുന്നത് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യക്ക് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അമീർ റാണൌടെ, ഒഡീഷ FCയുടെ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള അമീർ റാണൌടെ 26-കാരനാണ് താരം. ഇന്ത്യൻ പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ 2 കോടി രൂപയാണ്. റൈറ്റ് ബാക്കാണ്. പ്രബീർ ദാസിന് പകരക്കാരനായിട്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊരു റൂമർ ഇപ്പം പ്രചരിക്കുന്നുണ്ട്. ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. രാഹുൽ KPനെ കൊടുത്തുകൊണ്ട് അമീർ റാണൌടെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നതൊക്കെയുള്ള റൂമറുകളൊക്കെ പ്രചരിക്കുന്നുണ്ട് ഈ സമയങ്ങളിൽ. ഏതായാലും ഏതൊക്കെ ട്രാൻസ്ഫർ നടക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള ലാൽതിൻ മാവിയ സ്വന്തമാക്കാൻ മുഹമ്മദൻസ് ശ്രമിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 22-കാരനായിട്ടുള്ള ലെഫ്റ്റ് വിങ് താരമാണ്. 60 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ. അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് മുഹമ്മദൻ FC ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. താരത്തെ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരു യങ്ങസ്റ്റ് പ്രൊഡക്റ്റാണ് ലാൽതിൻ മാവിയ. കഴിഞ്ഞ മത്സരങ്ങളിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരം കൂടിയാണ്. നല്ല ഷോട്ടുകളും ഒക്കെ ഉതിർത്തിട്ടുള്ള താരമാണ് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ താരത്തെ വിട്ടു നൽകാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബ്ലാസ്റ്റേഴ്സ് ആയതുകൊണ്ടൊന്നും ഉറപ്പിച്ച് പറയാനും സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ പോകുന്ന താരം എന്ന് പ്രചരിക്കുന്ന മറ്റൊരു റൂമറാണ് ബിഗേഷ് സിംഗ് യാങ്വാൻ. ചെന്നൈ FCയുടെ താരമാണ്. അദ്ദേഹം ഒരു സെൻറ്റർ ബാക്കാണ്. 1.5 കോടി രൂപയാണ് മാർക്കറ്റ് വാല്യൂ. 21-കാരനാണ് താരം. അപ്പം ഇത്രയും പ്ലേയേഴ്സിൻ്റെ ട്രാൻസ്ഫർ അപ്ഡേറ്റുകളാണുള്ളത്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള 2021 മുതൽ 28 വരെ കരോൾ സ്കിങ്കിസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് ചുമതലയുണ്ടാകുമെന്ന് നീട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ വരുന്ന നിലവിലെ അപ്ഡേറ്റുകൾ പ്രകാരം അദ്ദേഹം ഈ സീസണോട് കൂടി തന്നെ അല്ലെങ്കിൽ അടുത്ത സീസണോട് കൂടി തന്നെ ടീം വിടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്.
ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളൊക്കെ സെലക്ട് ചെയ്യുകയും സൈൻ ചെയ്യുകയും ചെയ്യുന്ന സ്പോർട്ടിംഗ് ഡയറക്ടറാണ് കരോളിസ് കിങ്കീസ്. 2020 മുതൽ അദ്ദേഹം ടീമിനോടൊപ്പം ഉണ്ട്. അതിനുശേഷം ഇവാൻ ബുക്കുമനോവിച്ചിനെ കൊണ്ടുവന്നു. സക്സസ്ഫുൾ കോച്ച് ആയി മാറുകയും ചെയ്തിരുന്നു. അദ്ദേഹം വന്ന് തൊട്ടടുത്ത സീസണിൽ തന്നെ ഫൈനൽ വരെ എത്തുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും അദ്ദേഹം ടീം വിടാൻ ഒരുങ്ങുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരം അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കിയത്. മറ്റൊരു അപ്ഡേറ്റുമായി മറ്റൊരു വീഡിയോയിൽ എത്തുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വീഡിയോ നോട്ടുക. വീഡിയോ ലൈക്ക് കൂടി ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം കമൻറ്റ് ചെയ്യുക. താങ്ക് യു.